നിങ്ങൾക്ക് പൂമ്പാറ്റകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റും. എങ്കിൽ ഞാൻ ആ കാഴ്ച ഒന്ന് കാണിച്ചു തരാം. ഒന്ന് കണ്ടു നോക്കിയേ. Gender bounce. Gender bounce. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാരണം ഞാൻ കുറേ നാളുകളായിട്ട് വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ടൈം കിട്ടിയേക്കാണ്. നമുക്കൊരു പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോകുന്ന വഴികളും കാണാത്ത കാഴ്ചകളും തിങ്ങി നിറഞ്ഞൊരു സങ്കല്പ ലോകത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ ആ എക്സ്പീരിയൻസ് നേരിട്ട് അനുഭവിച്ചാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഒന്ന് അനുഭവിക്കണ്ടേ? ഓക്കെ. അപ്പോൾ നമ്മളുടെ ട്രിപ്പ് ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ എന്നത്തെയും പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ്, വീട്ടിലല്ല ഫ്ലാറ്റിൽ നിന്നാണ് ഇന്നും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എൻ്റെ കൂടെ ഇന്ന് ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും റെസ്റ്റിംഗ് മോഡ് ആയതുകൊണ്ട് അവരൊക്കെ റെസ്റ്റ് ചെയ്തോട്ടെന്ന് ഓർത്തു ശല്യപ്പെടുത്താൻ നിന്നില്ല. പതിയെ ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. പുറത്ത് നോക്കിയപ്പോഴാണെങ്കിലും ഒടുക്കത്തെ ചൂടാണ്. ഇപ്പോൾ ഇവിടെ സമ്മർ സീസണാണ്. ഒരു 45 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും കാണും പുറത്തൊക്കെ. പ്രാവുകളൊക്കെ എങ്ങനെയാണോ നിൽക്കുന്നത് കണ്ടില്ലേ ഈ പിക്ചറിൽ തന്നെ. പല ബസ്സുകളും ഇപ്പോൾ റൂട്ട് ചേഞ്ച് ചെയ്ത് വിടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു. അവസാനം ഒരു ബസ് വന്നു. പതിയെ ഞങ്ങൾ കയറാനുള്ള ശ്രമത്തിലാണ്. റീചാർജ് കാർഡ് വെച്ചിട്ട് ഓൾറെഡി റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ടാപ്പ് ചെയ്തു. ഞങ്ങൾ സീറ്റ് കണ്ടെത്താനുള്ള ശ്രമത്തിൽ പക്ഷേ സീറ്റുകളൊന്നും കിട്ടിയില്ല. പതിയെ ഞങ്ങളവിടെ സ്റ്റാൻഡ് ചെയ്ത് നിന്നു. അങ്ങനെ സ്റ്റോപ്പ് എത്താറായപ്പോഴത്തേക്കും ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ജനസാഗരമായിരുന്നു. പതിവ് പോലെ നാട്ടിലത്തെ പോലെ ഇടിപിടിച്ചൊക്കെ പുറത്തോട്ട് ഇറങ്ങി. ഇങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ പതിയെ എത്തി. കുറച്ച് ഒരു 700 മീറ്ററോളം നടക്കാനുണ്ട്. നടക്കുന്ന വഴികൾ റൈറ്റ് സൈഡിലൊക്കെ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരു ഭംഗിയുള്ള സ്ഥലമാണ്. റൈറ്റ് സൈഡിൽ ഒരു വലിയ റിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അൽഖന എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ പിന്നെ പല തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ലൈക്ക് നമുക്ക് ബോട്ടിങ്, ക്രൂസ് ബോട്ടിലൊക്കെ നമുക്ക് പൈസ കൊടുത്തിട്ട് ഈവനിങ് സ്പെൻഡ് ചെയ്യാം. സൺസെറ്റൊക്കെ കാണാം. അപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടംപോലെ ബോട്ടുകൾ കിടക്കുന്നത്. അതൊക്കെ നമുക്ക് ഈവനിങ് സമയത്താണ് കൂടുതലും ആക്റ്റീവ് ആവുള്ളൂ. അങ്ങനെ ഞങ്ങൾ പല രീതിയിലുള്ള ഏരിയൽ ഷൂട്ടുകളും എല്ലാം എടുത്തു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവുകയാണ്. കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തും. ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണെങ്കിലോ ഒരു ജനസാഗരമായിരുന്നു അവിടെ കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ 3 സെക്ഷനായിട്ടാണ് ഉള്ളത്. അതായത് ബട്ടർഫ്ലൈ ഗാർഡൻ, അക്വേറിയം, ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ ആനിമൽ ഫീഡിങ്. ഇതെല്ലാം കൂടി ഒരു കോംബോ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ റേറ്റ് കുറവാണ്. നമുക്കിപ്പോൾ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ഗാർഡൻ മാത്രമാണ്. അപ്പോൾ പലതരത്തിൽ ഓഫേഴ്സൊക്കെ ഇവിടെ കാണാം. ആർക്കിടെക്ചർ ഭംഗിയൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു. പിന്നെ കുറേ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ മൊബൈൽ ചാർജ് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് പവർ ബാങ്കൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പൈസ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോയി. മേൽപ്പാലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളിന്ന് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ച ബട്ടർഫ്ലൈ ഗാർഡൻ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിലോട്ട് പോകാം. ഞങ്ങളങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പതിയെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് ലക്ഷ്യം വെച്ച് അങ്ങനെ നടന്നു. പോകുന്ന വഴിക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഒരു ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചൊരു 3 അതായത് ഒരു കൂടാരം പോലെ കാണും. കൂടാരം എന്നല്ല പറയുന്നത്, ഇതിനെ ഡോംസ് എന്നാണ് പറയുന്നത്. 3 ഡോംസ് ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അത് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ചിത്രശലഭത്തിൻ്റെ ഹെഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ഹെഡിൻ്റെ ഒരു ആകൃതിയിലാണത് നിർമ്മിച്ചേക്കുന്നത്. ഇത് ഒരു ക്ലൈമറ്റ് കൺട്രോൾഡ് ഡോംസ് ആണ്. അതായത് ഉള്ളിൽ ഈ ചിത്രശലഭങ്ങളും ആനിമൽസും ക്രിയേച്ചേഴ്സിനൊക്കെ അവർക്ക് ടെമ്പറേച്ചർ അനുയോജ്യമായ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മൾ അങ്ങനെ എൻട്രൻസിൽ കൂടി കയറി ടിക്കറ്റ് എടുക്കാനുള്ളൊരു സെറ്റപ്പും കൗണ്ടറൊക്കെ അവിടെ തന്നെ ഉണ്ട്. പല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഫോട്ടോ കൗണ്ടർ, ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾക്ക് പ്രിൻ്റ് എടുക്കാൻ പാകത്തിനുള്ള മെഷീൻസുകൾ പലതും ഉണ്ട്. അങ്ങനെ ഞാൻ ഹെൽപ്പ് ഡെസ്കിലിരുന്നൊരു ലേഡിയുടെ അടുത്ത് അവിടുത്തെ റേറ്റുകളും ഫെസിലിറ്റിയും എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ടിക്കറ്റ് എടുത്തു. 55 dirhams ആണ്.
ഒരാൾക്ക് വരുന്ന ചാർജ്. അങ്ങനെ ടിക്കറ്റ് എടുത്തു, അത് സ്കാൻ ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് എൻട്രൻസിലൂടെ അങ്ങ് കയറി കഴിയുമ്പോഴത്തേക്കും ആ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് പ്രത്യേകം മനസ്സിലാവും. കാരണം ഔട്ട്സൈഡ് 45 ഡിഗ്രിയും ഇൻസൈഡ് ചിത്രശലഭങ്ങൾക്കൊക്കെ അനുയോജ്യമായ രീതിയിലുള്ള ക്ലൈമറ്റും കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, ഒരു പുകമയം പോലെ കാണുന്നില്ലേ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, ഒരു വലിയ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച കൂടാരം പോലത്തെയാണ്. ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് 2 പോർഷനായിട്ടാണ് തിരിച്ചേക്കുന്നത്. അമേരിക്കൻ ഡോംസ് ആൻഡ് ഏഷ്യൻ ഡോംസ് ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അമേരിക്കൻ ഡോംസിൽ അമേരിക്കയിൽ കാണപ്പെടുന്ന ചിത്രശലഭങ്ങളും അവിടുത്തെ ആനിമൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ആനിമൽസും മാത്രമേ ഇവിടെ കാണുള്ളൂ. നെക്സ്റ്റ് ഡോമിൽ എന്ന് പറയുന്നത് ഏഷ്യൻ ഡോംസ്, അതായത് ഏഷ്യയിൽ കാണപ്പെടുന്ന ചിത്രശലഭങ്ങളും കാര്യങ്ങളും മാത്രമാണ് അവർ ഇവിടെ പരിപാലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും, ഇഷ്ടംപോലെ ചിത്രശലഭങ്ങളും എല്ലാം കാണാം. മഴ പെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ്. പിന്നെ ചിത്രശലഭങ്ങൾക്ക് താമസിക്കാനുള്ള കൂടുകളും ഇഷ്ടംപോലെ മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണത്, കാടിൻ്റെ ഉള്ളിലാണ് നമ്മൾ കയറി പോകുന്നത്, ചിത്രശലഭങ്ങളൊന്നും കാണുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നടന്നിങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും പതിയെ ചിത്രശലഭങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി എക്സൈറ്റഡ് ആയി ഞങ്ങൾ. അപ്പോൾ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയി. പിന്നെ ഫോണിലായിരുന്നു കൂടുതലും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ചിത്രശലഭങ്ങളുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്, അതായത് വീഡിയോ എടുക്കാൻ മറന്നു പോകുന്നൊരു സന്ദർഭം വരെ വന്നു. നിങ്ങളൊന്ന് ഡീറ്റെയിൽഡായിട്ട് കണ്ടു നോക്കി. ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ എക്സൈറ്റ്മെൻറ്റിൽ നിന്ന്, അതായത് ചിലപ്പോൾ എൻ്റെ വർത്തമാനം ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നിങ്ങളൊന്ന് കണ്ടു ബാക്കിയുള്ള വീഡിയോ.
ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ചിത്രശലഭങ്ങൾ കണ്ടിട്ടോ. കാരണം എനിക്ക് തോന്നുന്നു അവരുടെ കണക്ക് പ്രകാരം ഇതിൻ്റെ ഉള്ളിൽ 2 ഡോംസിലായിട്ട് ഒരു ഏകദേശം 10,000 ബട്ടർഫ്ലൈസ് ഇവർ ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പല പല ടൈപ്പിലുള്ളതാണ്. ബ്ലൂ കളർ, യെല്ലോ, റെഡ്, ഓറഞ്ച്, പല പല കളറിലുള്ളത്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ബട്ടർഫ്ലൈസ് വരെ അവിടെയുണ്ട്. പിന്നെ പ്രത്യേകം ശീതീകരിച്ച ഒരു ഗ്ലാസ് ചേമ്പറിനുള്ളിൽ ലാർവ വിരിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇത്ര ദിവസം കഴിഞ്ഞാൽ അവർ പിന്നെ അതിൽ നിന്ന് പുതിയ പുതിയ ചിത്രശലഭങ്ങളൊക്കെ ഉണ്ടായിട്ട് വരും. അപ്പോൾ ഇനിയും ചിത്രശലഭങ്ങളൊക്കെ കൂടും. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ നടക്കുമ്പോഴൊക്കെ നമ്മളുടെ ശരീരത്തിൽ കൂടെയും ഇങ്ങനെ തലയുടെ മുകളിൽ കൂടിയൊക്കെ ഇങ്ങനെ പറന്ന് കളിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു, സ്ഥലങ്ങളൊക്കെ എല്ലാം നോക്കി. നല്ലൊരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ 3 ഡോംസ് ഉള്ളെങ്കിലും ഒരു മാക്സിമം ഒരു 1 to 2 hour, അത്രയൊന്നും വേണ്ട, ഒരു 1 hour മാക്സിമം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മൊത്തമായിട്ട് കണ്ടിട്ട് പോകാൻ പറ്റുന്നതാണ്. ക്രൗഡ് നല്ല രീതിയിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാരണം നമ്മൾക്ക് ആ ക്രൗഡ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഫാമിലി ആണെങ്കിലും കുട്ടികളാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ബട്ടർഫ്ലൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു റിയൽ അനുഭവം കൂടിയാണ്. അതുകൊണ്ട് ആരും അങ്ങനെ ബോറിങ്ങോ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നവരൊക്കെ ആണെങ്കിലും എക്സ്ട്രീംലി ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു കുറേ സമയം സ്പെൻഡ് ചെയ്യുക, കുറേ പൈസ പൊട്ടിക്കുക, അത് കഴിയുമ്പോഴത്തേക്കും നെഗറ്റീവ് റിവ്യൂ വരുന്ന പോലെ ഉള്ള ഒരു സംഭവമല്ല. നമുക്കൊരു ചെറിയ പൈസയും ചെറിയ ടൈമും മാക്സിമം എൻജോയ്മെൻറ്റും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും.
അങ്ങനെ ഞങ്ങൾ പതിയെ കാഴ്ചകളും ചിത്രശലഭത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പതിയെ വന്ന വഴി കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണ്. ക്രൗഡ് ഉണ്ട് അത്യാവശ്യം. ഞങ്ങൾ പതിയെ പുറത്തോട്ട് വന്നു. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് എടുത്ത പിക്ചറൊക്കെ നമ്മൾക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാം. ലെഫ്റ്റ് സൈഡിൽ ഒരു ഫോട്ടോ സെക്ഷൻ ഏരിയ ഉണ്ട്. നമ്മൾ ആ ഫോട്ടോസ് ഒന്നും എടുക്കാൻ നിന്നില്ല, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വ്യൂ നിന്ന് തന്നെ മനസ്സിലാവും, നേരത്തെ കണ്ട സ്പേസ് ആണ്. പിന്നെ ഇതാണ് ആ പറഞ്ഞ 3 ഡോംസ്. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ പുറമേയുള്ളൊരു ഭംഗി എന്ന് പറയുന്നത് ശരിക്കും ചിത്രശലഭത്തിൻ്റെ ഹെഡ് പോലെ തന്നെയാണ്. ഞങ്ങളങ്ങനെ ആ ഒരു ഫുൾ കവറേജ് കിട്ടാൻ പാകത്തിന് ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പതിയെ എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെയും വേറെ ഒരു ആംഗിളിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കി. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഭംഗി അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഫുള്ള് ഒരു ഗ്ലാസ് അറേഞ്ച്മെൻറ്റ്, ഫുൾ സ്ട്രക്ചറിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ അതുപോലെ തന്നെ കൺട്രോളും ചെയ്ത് വെച്ചേക്കുവാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ. അങ്ങനെ ഞങ്ങൾ പതിയെ നേരത്തെ വന്ന വഴികളിലൂടെ തന്നെ തിരിച്ചു പോകാനുള്ള ശ്രമമാണ്. വൈകിട്ടൊരു 6 മണിയായിട്ടുണ്ട്. സൂര്യൻ പതിയെ അസ്തമിച്ചു തുടങ്ങി. ദൂരെ റൈഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പതിയെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ സൂരജ് സുരേഷ്.